ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ഭാഗമാട്ടോ നാളത്തെ എപ്പിസോഡിൽ വരാൻ പോണത്. അങ്ങനെ ശ്രുതിയുടെ ഡാൻസുകളെല്ലാം കഴിയാണ്. ലാസ്റ്റ് ഡാൻസ് ശ്രുതിയും അശ്വിനും കൂടിയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഈ ഡാൻസ് ശരിക്കും പറഞ്ഞാൽ അശ്വിൻ ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ. അശ്വിൻ കളിക്കുന്നത്, ശ്രുതി അങ്ങനെ തന്നെയാണ്. ഇവർ രണ്ടുപേരും പരിസരം മറന്ന് കളിക്കുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഡാൻസിൻ്റെ പാട്ട് കഴിഞ്ഞിട്ടും ഇവർ രണ്ടുപേരും പിടിവിടാതെ അങ്ങനെ അങ്ങോട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും കൈയടിക്കുമ്പോഴാണ് പെട്ടെന്ന് കൈയടിക്കണ ഒച്ച കേൾക്കുമ്പോൾ ഇവർ പെട്ടെന്ന് ഡാൻസ് കഴിഞ്ഞു എന്ന രീതിയിൽ പെട്ടെന്ന് കൈയൊക്കെ ഇങ്ങനെ വിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നത്. ശേഷം ശ്രുതിയുടെ പുറകെ തന്നെ അശ്വിൻ പോകുവാണ്. അതിനുശേഷം പറയുന്നുണ്ട്, നിനക്ക് ഈ സാരി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഈ സാരി നല്ല സുന്ദരിയായിട്ടുണ്ട് നീ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി വേഗം റൂമിലേക്ക് പോയിട്ട് ആ സാരി മാറ്റിയിട്ട് സാധാരണ ഒരു ഡ്രസ്സ് എടുത്തിടുക കേട്ടോ. കാരണം ആ സാരിനെ ഉടുത്തുകൊണ്ടിരുന്ന അശ്വിൻ ചിലപ്പോൾ പറഞ്ഞാലോ, ഞാൻ നല്ല സുന്ദരി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നീ ആ സാരി മാറാണ്ട് വീണ്ടും വീണ്ടും ആ സാരി തന്നെ ഉടുത്തുകൊണ്ടിരിക്കണമെന്ന് നാളൊരു സമയത്ത് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശ്രുതി അപ്പം തന്നെ പോയിട്ട് ആ ഡ്രസ്സൊക്കെ മാറ്റി കളയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണെങ്കിൽ ശ്രുതിയുടെ മനസ്സിലാകെ വല്ലാത്തൊരു ടെൻഷനും വല്ലാത്തൊരു എന്താ പറയുന്നത്, ഹാർട്ട് ബീറ്റിങ് ഇങ്ങനെ കൂടണം, അത് നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ വിചാരിക്കും, എനിക്ക് എന്താ ഇങ്ങനെ നെഞ്ചിടിക്കണത് എന്നൊക്കെ വിചാരിക്കും. വേറെ ഒന്നുമല്ല, അശ്വിൻ ഇങ്ങനെ തൊട്ടും പിടിച്ചൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടാണ് ശ്രുതിക്ക് ഇങ്ങനെ നെഞ്ചിടിപ്പ് കൂടണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ഭാഗം വരാൻ പോണത്. ശ്രുതിയും അശ്വിനും പരസ്പരം ആ ഒരു ഉമ്മ കൊടുക്കുന്ന ഭാഗം കേട്ടോ. അങ്ങനെ ശ്രുതി ജയിക്കുന്നത് കൊണ്ട് തന്നെ ശ്രുതി എന്ത് പറഞ്ഞാലും അശ്വിൻ ഒരു കാര്യം അനുസരിച്ചേ പറ്റൂ. ആ ഒരു നിബന്ധനയാണല്ലോ വെക്കണത്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ചെയ്യും. പക്ഷേ എന്താണ്, നമ്മുടെ ശ്രുതിക്ക് ഒരു ഉമ്മ ആദ്യം കൊടുക്കുന്നത് അശ്വിൻ തന്നെയാണ്. എന്നിട്ട് പറയും, ഞാനല്ലേ ഇപ്പോൾ നിനക്കൊരു ഉമ്മ തന്നത്, അപ്പോൾ നീ ഒരു ഉമ്മ തന്നാൽ മാത്രമേ നീ ജയിക്കുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പിലിരിക്കുന്നത് എന്നൊക്കെ പറയും. അങ്ങനെ ശ്രുതിനെ കൊണ്ടും ഒരു ഉമ്മ തരാൻ വേണ്ടിയിട്ട് അശ്വിൻ പല വഴികളും നോക്കും കേട്ടോ. പക്ഷേ ശ്രുതി പറയും, ഞാൻ കൊടുക്കുകയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ശ്രുതി അറിയാണ്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.